നമഃശിവായ. കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും രഥോത്സവം, ബ്രഹ്മോത്സവം എന്ന് പറയപ്പെടുന്ന രഥോത്സവം ഭഗവാനെ രഥത്തിലെ കയറ്റി 4 ഗ്രാമവും പ്രദക്ഷിണം ചെയ്തിട്ട് എല്ലാവർക്കും, ഭഗവാനെ നേരിട്ട് വന്ന് കാണാത്തവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഭഗവാൻ സ്വയം എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ 9 ദിന ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നു. ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിസിക്കൽ റിലേറ്റഡായിട്ടും മെറ്റീരിയൽ റിലേറ്റഡായിട്ടും ഉള്ള കാര്യത്തിലാണ് നമ്മൾ ആഘോഷം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇത് ശരിക്കും നമുക്കൊരു ആത്മപ്രകാശമല്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഉത്സവങ്ങൾ ക്ഷേത്രത്തിലെ നടത്തുകയാണ്. ഓക്കെ, ഈ 10 ദിന ഉത്സവത്തിലെ കൊടിയേറ്റി 7ാമത്തെ ദിവസം ഭഗവാനെ കല്യാണോത്സവം ചെയ്തിട്ട് രഥത്തിലെ ഗണപതിനെ തനീരഥം, വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിന് തനീരഥം, പിന്നെ മുരുകൻ വള്ളി ദേവസേന, അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലെ 3 രഥം, കൂടാതെ നമ്മുടെ ചുറ്റുഗ്രാമങ്ങളിലെ ഉള്ള മന്ദക്കര മഹാഗണപതി, ആ ഗണപതിയും കൊടിയേറ്റി രഥത്തിലേക്ക് കയറും. പിന്നീട് പഴയ കൽപ്പാത്തി ശ്രീ ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉള്ള ലക്ഷ്മി നാരായണ പെരുമാൾ, അവർക്ക് തനീരഥം. കൂടാതെ നമുക്ക് ചാത്തപ്പുറം പ്രസന്ന മഹാഗണപതി, അവിടെയും തനീരഥം. അങ്ങനെ 6 രഥവും നമുക്ക് 14, 15, 16, 3 ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ഗ്രാമങ്ങളിലും ഭഗവാൻ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി എഴുന്നള്ളിച്ച് എല്ലാവർക്കും എന്താണോ പ്രാർത്ഥന അതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി രഥത്തിലെ വന്ന് ദിഗ്വിജയം എന്ന് പറയും. എല്ലാ ദിക്കിലും നമുക്ക് വരക്കൂടിയ എല്ലാ നെഗറ്റിവിറ്റിയും ഭഗവാൻ ബ്ലോക്ക് ചെയ്ത് എന്താണോ നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെല്ലാം പൂർണ്ണമാക്കി തരുന്ന വേണ്ടി ഭഗവാൻ സ്വയമേ വരുന്ന ഈ 10 ദിവസം നമ്മൾ കുറേ ആഘോഷിക്കണം. ഈ ആഘോഷത്തിലെ എല്ലാവർക്കും അവർക്ക് എന്താണോ ആ രീതിയിലുള്ള അനുഗ്രഹം ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും തരുന്നുണ്ട്. ഈ 14, 15, 16 മുഖ്യത്വമായിട്ടുള്ള 16-ാം തീയതി രഥസംഗമം എന്ന് പറയുന്നത്. രഥസംഗമം പറഞ്ഞാൽ ഈ 4 ക്ഷേത്രങ്ങളിലെ ഉള്ള 6 രഥങ്ങളും വൈകിട്ട് 5:45 അതായത് സൂര്യ അസ്തമന സമയത്ത് ഈ 6 രഥങ്ങളും സംഗമിക്കും. ഇതേ രഥസംഗമം എന്ന് പറയുന്നത്. ആ കാഴ്ച നമുക്ക് ഈ ഒരു കൊല്ലത്തിലുള്ള സർവ്വ ദുഃഖങ്ങളും ഒരു ക്ഷണത്തിലെ നമുക്ക് ഭഗവാൻ അത് മാറ്റി പൂർണ്ണ അനുഗ്രഹം തരുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ 10 ദിവസങ്ങളിലും ഭഗവാനെ രാവിലെ മഹന്യാസം, രുദ്രജപം, രുദ്രാഭിഷേകം, യാഗശാല സ്നപന, മൂലമന്ത്രഹോമം, ഇതൊക്കെ എല്ലാം വിശേഷമായി രാവിലെ നടന്ന് ചുറ്റും നമുക്ക് ക്ഷേത്ര ബലികളോടുകൂടി സർവ്വ പ്രാർത്ഥനയും ഭഗവാന്റെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കപ്പെടും. വൈകിട്ട് 5 മണിയാവുമ്പോൾ ബാക്കിയുള്ള പൂജകളൊക്കെ തുടങ്ങി 6 മണിക്ക് ഷോഡശ ഉപചാര പൂജ, വിശേഷ മലറുകളെ കൊണ്ട്, പൂക്കളെ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച് ദിവസം ഈ 4 ഗ്രാമവും ഭഗവാൻ എഴുന്നള്ളിച്ച് എല്ലാവർക്കും എന്താണോ പ്രാർത്ഥന അതിൻ്റെ അനുഗ്രഹം തരുന്ന ഈ വൈഭവം ഈ 9 ദിവസത്തിലും നാളെ രാവിലെ 11:15 തൊട്ട് കൊടിയേറ്റി ഭഗവാന്റെ പൂർണ്ണ ആഘോഷം നാളെ തൊട്ട് തുടങ്ങും എന്ന് അറിയിക്കപ്പെടുന്നു. അതായത് 8-ാം തീയതി, നവംബർ 8-ാം തീയതിയാണ്. നവംബർ 8-ാം തീയതിയാണ് കൊടിയേറ്റം. ഓക്കെ. പിന്നെ സ്വാമി, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അഗ്രഹാരങ്ങളൊക്കെ എന്തേലും പഴക്കമുണ്ട്? എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ അഗ്രഹാരങ്ങൾക്ക്? അതായത് നമ്മുടെ ക്ഷേത്രം ഒരു 800 വർഷം പഴക്കം പറയപ്പെടുന്നു. ഈ ക്ഷേത്രം ഓക്കെ, 800. അതിന് മുന്നേ ഈ ആചാരങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്, മയിലാടുതുറൈ, തഞ്ചാവൂർ, കുംഭകോണം ഓരോരോ പരിസരങ്ങളിലുള്ള എല്ലാ ബ്രാഹ്മണர்களെയും അവിടുന്ന് ഈ രാജാവ് എല്ലാവരെയും വരുത്തി ഈ ക്ഷേത്രത്തിലെ എന്താണോ വേണ്ടത് അതിനെ എല്ലാം ഭാഗങ്ങളായിട്ട്, കഴകത്തിനെ ഒരു ഭാഗം, ഭഗവാനെ നിവേദിക്കാൻ വെക്കാൻ ഒരു ഭാഗം, പൂജിക്കാൻ ഒരുത്തർ, ഈ വേദപാരായണം ചെയ്യുന്നത്, ഇങ്ങനെ ഭഗവാന്റെ ആഘോഷിക്കുന്ന അംഗങ്ങളായിട്ട് ഇരിക്കുന്ന സർവ്വ പൂജകളും നടത്തുവാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലിരുന്ന് കുംഭകോണം, മയിലാടുതുറൈ ആ ഭാഗത്തിലിരുന്ന് ബ്രാഹ്മണർകളെ വരുത്തി 1000 വർഷം പഴക്കം ഇവിടെ താമസം തുടങ്ങി. ഭഗവാനെ എന്താണോ ഭഗവാനക്ക് വേണ്ടത് അതൊക്കെ അവർ ചെയ്യും.
ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇത് ഈ ഗ്രാമം. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും ഈ 10 ദിവസം കൊണ്ട്. ലക്ഷക്കണക്കിന്, അതായത് കേരളത്തിൻ്റെയും വെളിയിലുള്ളവരൊക്കെ വന്ന് ഈ ആഘോഷങ്ങളിൽ, ഈ ഉത്സവങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ആത്മനിർവൃതി തേടി പോകും അല്ലേ? ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച്. അതെ അതെ, വലിയൊരു അനുഭവം തന്നെയാണല്ലേ വരുന്നവരെ പല. തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാ വിഭാഗങ്ങളുണ്ട്. പൂജ പറഞ്ഞാൽ നമുക്ക് തന്ത്ര രീതിയായിട്ട് കുറേ സമർപ്പണങ്ങൾ ഭഗവാനെ നമ്മൾ ചെയ്യാം. നമ്മുടെ ക്ഷേത്രത്തിൽ ശിവാഗമ തന്ത്രം കൊണ്ടാണ് ഇവിടെ പൂജകളൊക്കെ. ബാക്കിയുള്ള കേരള പ്രദേശങ്ങളിലെ എല്ലാവിടെയും നമുക്ക് ആന, ശീവേലി, ബലി അതുപോലെയുള്ള ഉത്സവങ്ങളാണ് എല്ലാവിടെയും നടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കേരള തമിഴ്നാട് ഉള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ഇവിടെ എല്ലാം ശിവാഗമ തന്ത്രം കൊണ്ടുള്ള പൂജ, ഈ രഥങ്ങൾ, മാക്സിമം ഈ തമിഴ്നാട്ടിലുള്ള ചില ആചാരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണാം. അതാണ് ഒരു കാരണം തമിഴ്നാട്ടിൽ ശരിയാ, രഥോത്സവമൊക്കെ ഇങ്ങനെ രഥം വലിക്കുന്നതൊക്കെ തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. അതെ, ആ സെയിം ആണ്. അവിടുന്ന് വന്നവരല്ല, അവിടുന്ന് മൈഗ്രേറ്റ് ആയി ഇവിടെ വന്ന ബ്രാഹ്മണരുകളല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള പൂജകളും കലാചാരങ്ങളും അലങ്കാരങ്ങളും പൂജകളും ബലികളും എല്ലാം ആ രീതിയിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഇതുപോലെ അഗ്രഹാരങ്ങൾ വേറെ ഉണ്ടോ? ഏറ്റവും വലിയ അഗ്രഹാരം ഈ അമ്പലമായിട്ട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് അല്ലേ? അതുപോലെ ഇതിനോട് ചുറ്റപ്പെട്ട് വേറെ അഗ്രഹാരങ്ങൾ 18 അഗ്രഹാരങ്ങൾ പറയുക. പറഞ്ഞാൽ ഇതുപോലെ ഒരു പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 4-5 വീതികൾ ചേർന്നതാണ് ഒരു ഗ്രാമം നമ്മൾ പറയും. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കൽപ്പാത്തി, നൂറണി, ഇതൊക്കെ നമ്മൾക്ക് പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഒരു അഗ്രഹാരങ്ങളാണ്. ഏതായാലും വളരെ സന്തോഷം ഇവിടെ നിന്ന് സ്വാമിയെ പരിചയപ്പെടാനും ഈ ഉത്സവത്തെ പറ്റിയുള്ള ഇതിൻ്റെ പാരമ്പര്യമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സ്വാമി വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരോട് പറഞ്ഞു. വളരെ നന്ദി. ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും. നമഃശിവായ. എല്ലാവർക്കും എല്ലാ പൂർണ്ണ ഗുണങ്ങളും കിട്ടാൻ വേണ്ടി ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥനയുണ്ട്. ഈ 10 ദിവസം വിശേഷാലുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമഃശിവായ.